അതെ അവിടെ കോഴിമുട്ട എന്താ വില? മുട്ട 6 രൂപ. അത് എന്തൊരു സംഭവം കഴിഞ്ഞാലേ ഈ കോഴിമുട്ട എന്ന് പറഞ്ഞാൽ ജനറൽ ഐറ്റാണ്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ ജനറൽ ഐറ്റാ. പഞ്ചസാര ഒരാള് എത്ര മേടിക്കും? 1 കിലോ 2 കിലോ മേടിക്കും. പക്ഷെ നമ്മൾ ഈ വില കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ, പരിപ്പിന് എന്താ വില, പയറിന് എന്താ വില, ഗ്രീൻ പീസിന് എന്താ വില, ഓയിലിന് എന്താ വില, സൺഫ്ലവറിന് എന്താ വില, വെളിച്ചെണ്ണയ്ക്ക് എന്താ വില, ഇത് ഇതേപോലെയുള്ള എല്ലാവരും ചോദിക്കുക. അപ്പൊ ഞങ്ങളുടെ അവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ മുട്ടയ്ക്ക് ഞങ്ങൾ 7, അത് വലിയ മുട്ട കൊടുക്കണേ. പഞ്ചസാര നല്ല തരിയുള്ള പഞ്ചസാര 44. ഇപ്പൊ ഓയില് നമ്മളിപ്പോ ഇവിടുത്തെ നമ്മുടെ വില നോക്കി നമ്മളൊരു 140 ഓയിൽ. സൺഫ്ലവർ ഓയില് 140, പരിപ്പ് ഫസ്റ്റ് 190, പയറ് ഫസ്റ്റ് 110, കടല 100, ഗ്രീൻ പീസ് 200, ഉഴുന്ന് 120, വെള്ളുള്ളി ഫസ്റ്റ് 340, സവോള 65, ചുവന്നുള്ളി 65, പൊട്ടുകടല 110. അപ്പൊ നിങ്ങൾ വില ചോദിച്ചാൽ അവർ മുട്ടയും പഞ്ചസാരയാണ്. ഈ സാധനങ്ങളുടെ വില അവിടെ ചോദിക്കുമ്പോഴേ ഇതല്ല വില. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞതിന് ഇവിടെ ഒരു 30% മാറ്റം ഉണ്ടാവും. പഞ്ചസാര ആവടി നമ്മൾ മേടിക്കുന്നത് എത്രയാ? 1 കിലോ 2 കിലോ മേടിക്കുള്ളൂ. അപ്പോൾ 2 രൂപ നിങ്ങൾക്ക് അതിൽ ലാഭം പോട്ടെന്ന് വെച്ചാലും അല്ല, മുട്ട 10 മുട്ട മേടിക്കും. അപ്പോൾ എത്ര പോകും? ബാക്കി സാധനത്തിന് എത്ര മാറ്റം വരും? മനസ്സിലായില്ല. അതുകൊണ്ട് നിങ്ങൾ മുട്ടയുടെ വില, പഞ്ചസാരയുടെ വിലയൊന്നും ഒരിക്കലും അന്വേഷിക്കരുത്. ഈ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് മാളുകളൊക്കെ അവർ പരസ്യം കൊടുത്തിട്ട് ആളുകളെ പറ്റിക്കുക. നമ്മൾ അവരെ കുറ്റം പറയില്ല, അവരുടെ ബിസിനസ്സിന് അവർ ചെയ്യുന്നത് മാത്രം. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടല്ലോ, നമ്മൾ ഈ ഗ്രീൻ പീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരും തിന്നാത്ത സാധനമാണ്. ഒരു 40 രൂപയുള്ള സാധനം 200 രൂപയല്ലാണ് അല്ലേ? പരിപ്പ് 190. അതുപോലെ ഓരോ സാധനങ്ങൾ അങ്ങനെ വില കൂടുതലാണ്. ഇത്തരം വിലകൾ ആളുകൾ ശ്രദ്ധിക്കില്ല. ഈ മുട്ടയ്ക്ക് 50 പൈസ കൂടിയാൽ വലിയ വില ശ്രദ്ധിക്കില്ല, പഞ്ചസാരയ്ക്ക് വലിയ വില ശ്രദ്ധിക്കില്ല. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ മുട്ടയുടെ മൂല്യം നോക്കുമ്പോഴേ, നമ്മള് ഈ കടല, പയറ്, ഗ്രീൻ പീസ് ഇങ്ങനെയുള്ള സാധനങ്ങളും മുട്ടയുടെ മൂല്യം നോക്കുമ്പോ, ഇത് 7 ഉറുപ്പിക്ക് ഒരു 2 മുട്ട ഉണ്ടെങ്കിൽ ഒരു ഓംലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് വെച്ച് മാറി ജീവിക്കാൻ പറ്റുന്നു. നേരെ മറിച്ച് ഈ കടലയും പയറും ഈ സാധനങ്ങളുടെ മറ്റു സാധനങ്ങളുടെ വില നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ ഇതിന് വളരെ വില കുറവാണ്. പക്ഷെ ആളുകൾ ഇതിന് 50 ദിവസം കൂടി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, മറ്റൊരു സാധനം ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നിങ്ങള് നമ്മളോട് മുട്ടയ്ക്ക് വില 7 രൂപയാണ്, അവിടെ ഒരു 50 പൈസ കുറവാണ്, അല്ലെങ്കിൽ അതിന്റെ പേര് നിങ്ങൾ ഇതാവരുത്. കാരണം നിങ്ങൾ വില അന്വേഷിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും വില ചോദിക്കണം. എന്നിട്ട് മുട്ടയുടെയും പഞ്ചസാരയുടെയും വില ഒരു സാധനം മേടിക്കരുത്. പിന്നെ വില കൂടിയിട്ടുള്ള ഇതിന്റെ റേഷൻ നോക്കണം. നമ്മൾക്കൊരു 6 മാസം ഓയിലിന് വെളിച്ചെണ്ണ സൺഫ്ലവറിലേക്ക് വില ഉണ്ടായിരുന്നു 27% 30% മാറ്റം വന്നിട്ട്. പെട്രോളിനും ഡീസലിനും ഒക്കെ വില കയറുന്നതിനനുസരിച്ച് എല്ലാ ചരക്കുകളും തന്നെ വില കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മുട്ടയും പഞ്ചസാരയും വില ഞാൻ ചേർക്കരുത്. എന്തെങ്കിലും ഞാൻ പറഞ്ഞതില് എന്നാലേ ഇവരിങ്ങനെ പല ട്രിക്കുകൾ എടുക്കുന്നു. നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് നമ്മളെ പോലെയുള്ള ഒരാൾക്കേ ഈ 50 പൈസ കുറച്ച് കൂടുതൽ ആളെ പറ്റിക്കേണ്ട കാര്യമില്ല. മൊത്തം നിങ്ങൾ മേടിക്കുമ്പോ നമ്മുടെ സാധനങ്ങളിലെ ഇത് അങ്ങനെയാണ്. മനസ്സിലായി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? മുട്ട എത്ര വേണേ? 10 പഞ്ചസാര. അതെ ജോണി, ഒരു 2 കിലോ പഞ്ചസാരയും ഒരു 10 മുട്ടയും കേട്ടാ. ഓക്കെ, അവിടെ എന്താ വേണേ പറഞ്ഞോട്ടാ. എന്തിട്ടാ വേറെ? മുട്ട വേണം, മുളക് പൊടി വേണം. മുട്ട ആള് മുട്ടയ്ക്ക് വില അവിടെ 6 പോളോന്നും കൊണ്ട് തർക്കിച്ചിട്ടില്ല. നമ്മള് പറയുന്നില്ലേ, എല്ലാ സാധനങ്ങൾക്കും വില ഭയങ്കര അധികമാണ്. മുട്ടയുടെ മൂല്യം വെച്ചിട്ട് അതിന്റെ വില വളരെ കുറവാ. പഞ്ചസാരയുടെ മുട്ടയുടെ വില അതാണല്ലോ കൂടുതൽ ഉപയോഗം. ഇവിടെ 1 കിലോ പഞ്ചസാരയിൽ ഒരാൾ മേടിക്കുക, അത് 2 കിലോ മേടിക്കുക, അതും 1 രൂപ കുറച്ച് കൊടുക്കണം. ഈ കടല, പയറും മുതിരയൊക്കെ കിലോ മേടിക്കും. അപ്പൊ ഇതിന്റെ വില ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഹോൾസെയിൽ കടയിലുണ്ട്. നമ്മളിപ്പോ സന്തൂർ സോപ്പ് ചോദിക്കുമ്പോ ചോദിക്കുന്ന ഐറ്റത്തിന് മാർക്കറ്റിൽ 20 രൂപയാണെങ്കിൽ അവിടെ പറയാം 19-50 ചോദിക്കുന്ന ഐറ്റത്തിന്. കൂടി ഒരെണ്ണ മേടിക്കാന്ന്
കാരണം വെച്ചാൽ നമ്മൾ ഇത് കൂടാണ്ട് കുറെ ഐറ്റം ഉണ്ടെന്ന്. അപ്പൊ ആളുകള് എപ്പോഴും വില ചോദിക്കുമ്പോ എല്ലാവർക്കും അറിയുന്ന സാധനത്തിന്റെ വില ചോദിക്കും. അത് കഴിഞ്ഞാൽ വില കൂടുതൽ മേടിക്കാൻ പറ്റില്ല. അത് ഇന്ത്യയില് എവിടെ പോയാലും മുട്ടയ്ക്ക് 7 രൂപ എന്നുള്ള 15 രൂപ ആവില്ലെന്ന്. അപ്പൊ അത് മേലാല്